എന്താ കുഞ്ഞുണ്ണി? ഇജ്ജെന്താ ചെയ്യണതിൻ്റെ ഇടയിൽ? ചപ്പാത്തി ഉണ്ടാക്കലാണ്. ഇതെന്താ? ഉമ്മ രണ്ടാളും കൂടി എന്താണ് തിരക്കണ്? എന്നിട്ട് എന്താ ഉമ്മ രണ്ടാളും കൂടി തിരക്കണ്? അതാ മൈദ ഗോതമ്പ് മാവ്. പൊന്നു എന്താ അത്? അയ്യോ, ഒരു മാവ് ഫുള്ള്. എന്ത്? അപ്പൊ ചപ്പാത്തി വേണ്ട കുട്ടിക്ക്? ചപ്പാത്തി വേണടാ. വലുത് വേണോ? വലുതോ? ആ, വലുത് ഉണ്ടാക്കി തരേ കേട്ടോ. ഒക്കെ ഉണ്ടാക്കി തരും. ആ കാസർഗോഡിലാക്കിട്ട് അടച്ചു വെക്കാൻ. അതിലെങ്ങണ്ട് പരത്താനോ? ഇന്ന് മഴ വന്നില്ല ചപ്പാത്തിക്ക് കുഴച്ചപ്പോ. അല്ല, അതാ അതിന്റെ അടിയില് ആ റാക്കിന്റെ ചപ്പാത്തി പരത്താൻ സുഖം ഉണ്ടാവും. ഓ, എന്താ വേണ്ട എൻ്റെ കുട്ടിക്ക്? അങ്ങോട്ട് പോവേ? അച്ഛോ, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഇത് വേണ്ട. അതന്നെ ചപ്പാത്തി മേക്കർ വരുന്നുണ്ട്. അത് എണ്ണ എടി പപ്പടം കാച്ചിയ മതിയിരുന്നു. ഇവിടെ എണ്ണ ഉണ്ടായിരുന്നു. അമ്മ അത് കഴുകണമ്മ. സുകന്യ, ഇതെന്താ ചെള്ളിപ്പൊടിയോ? ഓ, പൊന്നൂന് സ്പെഷ്യൽ എന്താ നോക്കി നോക്ക്. അപ്പൊ അവൻ അതുണ്ട്. വാതിലടച്ചില്ലെങ്കിൽ കള്ളന്മാര് വരും. ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒന്നും താഴത്തതാക്ക്. താഴെ ആക്കിക്കണോ? നോക്കടി, താഴെ ഓണാക്കിക്കണോ? അമ്മ ഉച്ചക്കൊക്കെ ചെയ്തതാണ്. അമ്മയ്ക്ക് എന്നാലും ഒരു തപ്പലുണ്ട്. അത് അവിടെ ചെയ്തിട്ട് എനിക്ക് തന്നെ ഉണ്ട്. ചുക്കുള്ള അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒറ്റ പോക്കാണ്ട് പോകും. അമ്മ അത് കഴുകണമ്മ. എണ്ണയൊക്കെ ഉണ്ടമ്മ. ഇതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അവനൊരു ഉരുള ഇത് വേണം. അതുകൊണ്ട് കുറെ കളിക്കണം. അത് പാപ്പ തിന്ന് അതുകൊണ്ട് ഉണ്ടാക്കിയതേ. അമ്മ സ്റ്റിക്കർ ഒന്ന് ഇതാക്കണം. ഇതാട്ടമ്മ കയ്യില് ഉണ്ടാക്കുമ്പോ ഈ കയ്യില് ഈ ചട്ടുകെടുത്താൽ മതി. അതാ ഇത് കൊണ്ട് കളയടി. ഓ എന്റെ ദൈവമേ. കഴുകി കളഞ്ഞോ? അതെ. ആ ഫോണ് വൈബ്രേഷൻ ആരുടെ? അല്ല, ദോശ ഉണ്ടാക്കാനും പറ്റില്ല. അത് താഴെ കാണിച്ചു കൊടുത്ത സൂര്യ. അതിന്റെ താഴെ ചപ്പാത്തി സാധനം അത് അല്ല, ഞാൻ പറയാ നല്ല ഇതാണ്. നല്ല കട്ടിയുള്ള സാധനമാണ്. അതില്ലേ അമ്മ ആശീർവാദ് ലോൺ എടുത്തില്ലേ? ആ സമയത്ത് ഒരു കുക്കറ്, ഒരു അപ്പച്ചട്ടി, ഒരു ദോശക്കല്ല് കിട്ടിയതാണ്. സുകന്യയുടെ എത്ര എണ്ണം കേടുവന്ന് പോയി പറഞ്ഞിട്ടാ. ഇന്റെ ഇത് എന്താണാവോ നിന്ന്. അപ്പച്ചട്ടിയൊക്കെ പോയി. അതിനിങ്ങനത്തെ അല്ല സുകന്യ കിട്ടിയത്. സുകന്യ എവിടുന്ന ലോൺ എടുത്തായിരുന്നു? സുകന്യ ഞാൻ ലോൺ എടുത്തേ. അല്ല, ലോൺ എടുത്തിട്ട് കിട്ടിയ കഥ പറഞ്ഞത് അത് വേറെ. അത് ഇങ്ങനത്തതല്ല. അത് കറി വെക്കണല്ലേ അല്ലേ? ദോശ ഉണ്ടാക്കണതാ. ഇത് കണ്ടോ, അടിയിൽ അലുമിനിയാണ് കണ്ടോ? ഇതിന്റെ മേലെ കോട്ടിങ് ഉണ്ടല്ലേ? ഇനി ഒന്ന് ഉണ്ടാക്ക ചപ്പാത്തി കാണട്ടെ. എങ്ങനെയിട്ട് കാണട്ടെ അറിയാം. ചപ്പാത്തി നന്നാവേ അല്ലേ? എങ്ങനെ ചപ്പാത്തി കാണണ്ടേ? ഇനി ഇന്ന് ഇതില് ചെയ്തില്ലേ ശരിക്ക് സ്ലാവില് ചപ്പാത്തിക്ക് പരത്താലേ. നാളെ പുട്ടുണ്ടാക്കാം രാവിലെ. ആ കസേര അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി ദിവസോ. ചോറുണ്ട്, നമുക്ക് കൂട്ടാനുണ്ട്, ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്. സ്വാമിമാർക്ക് ചപ്പാത്തി ഉണ്ട്. ഞാൻ കൊടുത്തത് പൊന്നു. എന്തെങ്കിലും പാട്ട് പാടിട്ടോ കഥ പറഞ്ഞിട്ടോ ചോറ് കൊടുക്ക്. വീഡിയോ എടുക്കട്ടോ. ഒരു പാട്ട് പാടി ചോറ് കൊടുത്ത
ആയിട്ടില്ലേ അത് വെള്ളം പോയിട്ടില്ലേ ഇത് ഇങ്ങനെ നടുക്കി വെച്ചാൽ മതി അപ്പം എൻ്റെ ചൂടാവും ഇവിടെ വെച്ചാൽ ചൂടാവും ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കമ്മിയാവും കമ്മിയാക്കലും ഇങ്ങോട്ടാകുമ്പോഴാണ് എനിക്ക് കമ്മിയാവും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളാണ് ഏട്ടാ നാളെ എങ്ങനെ നിങ്ങൾ വർക്കൗട്ടിന് പോവാ? ഞാൻ 3:30 എണീക്കും. എന്നിട്ട് 3:30 കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് പോവും. അല്ലെങ്കിൽ എന്താ അപ്പോൾ ഇവർക്ക് എന്താ പുഴയിൽ പോയി കുളിക്കൊന്നും വേണ്ടേ? അവർക്ക് എന്താണ് ഞാൻ എടുത്തോളൂ നിങ്ങളെ അമ്മനെപ്പോ വിളിക്കാന്നോ വീഡിയോലാ? ശരി. അപ്പൊ ഞാനൊരാഴ്ച ലീവ്. ഇതെന്താ ഉപ്പേരി ചൂടാക്കിയിരുന്നോ? നമുക്കിനി ഒരു തപ്പൽ വരില്ലമ്മ, എല്ലാം കൊണ്ടൊരു തപ്പൽ വരിക. ചോറുണ്ട് കേട്ടാ, പൊള്ളക്കുണ്ട്. ഇതോ ഇതിലെണ്ണ, ഇതിൽ കുറച്ച് ചോറും ചെമ്പ് ആണ്, അല്ലാതെ കഴിക്കൽ കഴിഞ്ഞിട്ട് ചെയ്യാലോ. ഇതിൽ ഉപ്പേരി, ഇതിൽ കറി. അപ്പോൾ പിന്നെ ഏതാണ് നമ്മൾ ഉണ്ടാവില്ലേ? പിന്നെ എന്താ വീഡിയോയിൽ കാണുമ്പോൾ ഈ അടുക്കള നിങ്ങൾക്ക് നല്ല വലിയതുപോലെ തോന്നും. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുക്കള. അപ്പം അതിൻ്റെതായ എങ്ങനെ പറയാലേട്ടാ, നമ്മുടെ അടുക്കള കുറച്ചും കൂടിയൊക്കെ വേണല്ലേ അമ്മ? പിന്നെ എന്താണ് അടുക്കളക്ക് അല്ല നമ്മൾ ഉപയോഗിക്കണതേ ഇനി ചോറ് എന്താണ്? ഓ കുളിച്ചോ? ഇവിടെ കുളിക്കട്ടേന്നോ? ഇതെന്തെങ്ങനെ ചോദിക്കണ ഇപ്പൊന്ന്? കുളിക്കട്ടെ എന്നൊക്കെ ചോദിക്കാത്ത എണ്ണ അച്ചമ്മ ഇതാക്കി തരും. അതല്ല തലയത്തേക്കുന്ന എണ്ണ വെച്ചോ, അത് പാമോയിലായിരിക്കും. അത് വേണ്ട. എവിടെ? അത് വേണ്ടുണ്ണി, അത് നല്ല എണ്ണല്ല. അതാ അമ്മേ, അതാ അതിന്റെ മുകളിലെ വെളിച്ചെണ്ണ അതാണ്ടോ തലയെ തേക്കുന്ന എണ്ണ വേറെ. പാമോയിലിറ്റി ആണെങ്കിലേ തലയെ തേച്ചിട്ട് രാത്രി ഷാമ്പൂ ഇട്ട് സോപ്പൊക്കെ ഇട്ട് കഴിക്കും. എങ്ങോട്ട് പാത്രം? അടിപൊളി അടിപൊളി അടിപൊളി. ചപ്പാത്തി എങ്ങോട്ട്? ചപ്പാത്തി അടിപൊളി. ഇത് ചോറ്, മോര് കൂട്ടാൻ, മീൻ കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ? വേഗം എല്ലാവരും പാടെ ചെയ്യുമ്പോഴില്ലേ വീടൊരു ജഗ പുകയാണ്. നമ്മൾ മാത്രമാകുമ്പോൾ എന്ത് രസം. അടുക്കള നിറഞ്ഞ മാതിരി വരികയാണ്. ഇതാണ്ടോ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. മാറ്റിയിട്ട് നമ്മൾ ഇതത് സാമ്പാറാണ് കേട്ടോ. ഇതാ പേരിയാണതിൽ. അതിന് വെക്കാം. നാളെ മുതൽ കുറേ കാസറോളുകൾ കിട്ടിയിട്ടില്ലേ? ഒന്ന് ലെവലാവാണ്ട് ഇവിടെ ഒന്ന് ഭയം വരാണ്ട് കേട്ടോ. സത്യം നമ്മൾക്കില്ലേ ഒരു ഓടത്തുനിന്ന് പറിച്ച് നടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേട്ടാ? എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മളില്ലേ എന്താ ഇതുവരെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിച്ചിട്ടില്ല. കാരണം കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും ആയിട്ടും ഒറ്റയ്ക്കൊരു ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമാണ് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ 5 പേരായിട്ടൊക്കെ അപൂർവമായിട്ടേ ഉള്ളൂ ഉണ്ടായിരിക്കണത്. ചപ്പാത്തി വിട്ടതിന് കാസറോളിക്ക് വെക്കുമ്പോൾ അതൊരു ശീലമായില്ലേ? അതുപോലുള്ള ശീലങ്ങൾ ഓരോന്ന് വരാനുണ്ട് അല്ലേ? വരും. നമ്മൾ മനുഷ്യരല്ലേ? മനുഷ്യരല്ലാണ്ടില്ല. അത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാറ് നിവൃത്തിയില്ല. ഇവിടെ നിന്ന് തന്നെ അതിനനുസരിച്ച് പാത്രങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. അവിടുത്തെ രീതിയിൽ നിന്ന് നിങ്ങൾ മാറുമ്പോഴേക്ക്. പക്ഷേ എന്താ അവിടെയുണ്ട് ഇതേപോലെ കാസറോളുകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഇല്ല ഇതിപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാട്ടോ ഞാൻ. അവിടെയുണ്ട്. എന്താ രാവിലെ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ എന്നാ സായിമാർ പോണെന്നറിയോ? ഈ ശനിയാഴ്ചയാണ് കേട്ടോ സായിമാർ പോണതെന്ന്. തിങ്കളാഴ്ചയില്ലേ? ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. പിന്നെ വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിൽ കാണിപ്പാട്ട് നടത്തുന്നുണ്ട്. കാണിപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? വീടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് നമുക്ക് കെട്ടുനിറച്ച് പോകണം.
അതേപോലെ സാധിക്കുകയാണോ എന്ന് വെച്ചാൽ നമുക്ക് കാണിപ്പാട്ട് നടത്തണം. അപ്പോൾ അച്ഛൻ്റെയൊക്കെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരുപാട് ചിലവൊന്നും ആവില്ല, നിങ്ങൾ ചിലവ് ചെയ്യുന്ന പോലെയാണ് എന്ന് പറഞ്ഞു. ഒരുപാട് ചിലവാവില്ല, കുറച്ചേ പൈസ വരുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ വെച്ചിട്ട് ഇപ്രാവശ്യം 4 പേരുടെയും വീട്ടിൽ വെച്ചിട്ട് തന്നെ കെട്ടുന്നറ ഉണ്ടാവുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞതാ. അപ്പോൾ അത് നമുക്കിങ്ങനെ പറഞ്ഞപ്പോൾ അത് അറ്റം പോലെ ആയില്ലമ്മ, അറ്റം പോലെ ആയി. അപ്പോൾ ഇനി വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ച നമുക്ക് കാണിച്ചു തരാം, കാണാത്തവർക്കൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ എന്താണ് കാണിപ്പാട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതാ നമ്മുടെ എങ്ങനെയാ പറയുക, ചപ്പാത്തിയായി. എന്താ അമ്മ കണ്ടിട്ടില്ലേ അമ്മ കാണിപ്പാട്ട്? നമ്മുടെ ഗുരുസ്വാമിയുടെ കലാപ്രകടനം കാണാം. കണ്ണൂര് ഞാൻ കണ്ടിട്ടുണ്ട്. ഏട്ടൻ കണ്ടക്കണോ? അയ്യപ്പൾക്കുമായിരുന്നല്ല കാണിപ്പാട്ട്. അല്ല നമുക്കൊരു വെളിച്ചപ്പാട്ടിൻ്റെ ചെറിയ പരിപാടി ഉണ്ട്. ഏട്ടാ അച്ചൂനെ എവിടെ വെച്ചിട്ട് ചോറ് കൊടുത്തെന്ന്, അച്ചൂനെ നമ്മൾ എവിടെ ചോറ് കൊടുത്തിരുന്നു പറഞ്ഞു വെച്ചാല് അച്ചൂനെ ആയ സമയത്ത് അതെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എന്ത് പറഞ്ഞറിയോ, ഗുരുസ്വാമി ഇവിടെ വന്നപ്പോ അയ്യപ്പം നമ്മുടെ ഇവിടെ ഇതിന് വന്ന സമയത്തില്ലേ, നമ്മുടെ അമ്മ പറയുമ്പോ ഞാൻ അമ്മയ്ക്ക് സമയം കൊടുത്തതാണേ. എന്തിനു വന്ന സമയത്ത് എന്നറിയോ, ഇവിടെ ഗണപതി ഹോമത്തിന് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഗുരുസ്വാമി ഇങ്ങനെ എനിക്കിങ്ങനെ കാണിപ്പാട്ട് ഇവിടെ നടത്തണം എന്നുണ്ട്, അപ്പോൾ നല്ല ഒരുപാട് പൈസ ആവും, നമുക്ക് ചെറിയൊരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അതിനെന്താ നിനക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്ക് ഇപ്രാവശ്യം മലയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഈ വീട്ടിൽ നിന്ന് 4 പേരും കെട്ടുനിറച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞു. അതിനെന്താണ്, അത് നല്ല കാര്യമല്ലേ, കെട്ടുനിറച്ച് സ്വാമിമാർക്ക് ഭക്ഷണം കൊടുത്ത് പോണത് നല്ല കാര്യമല്ലേ പറഞ്ഞു. അപ്പം ശരി ഇന്ന് അങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതറ്റം പോലെ അത് ശരിയായി ഇല്ലമ്മ, അവർക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അവരൊക്കെ ആളെ ഏൽപ്പിച്ചു. സത്യം പറയച്ച് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. ഇത്രയും ദിവസം എല്ലാവരും ചോദിച്ചതാണ് എന്താണെന്നറിയോ, പുതിയ വീടായിട്ട് നിങ്ങൾക്ക് പഴയ വീട് മറക്കാൻ പറ്റണില്ലേ, പുതിയ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മളപ്പോൾ പുതിയ വീടേ ഓർമ്മയില്ല. ഏത് ഭാഗത്തായി പുതിയ വീട്? പുതിയ വീട് അല്ല പഴയ വീട്, പഴയ വീട് ഫുള്ള് മറന്നു പോകും. അല്ല അങ്ങനെ പറഞ്ഞപ്പോൾ പറയുകയാണ് നമ്മളപ്പോൾ ജീവിച്ചതൊക്കെ മറക്കല്ലേ. നമ്മളപ്പോൾ ഏത് നിലയ്ക്ക് എത്തിയാലും എവിടെ എത്തിയാലും ഏത് വീട്ടിൽ കയറിയാലും നമ്മൾ ജീവിച്ച വഴികളൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെന്താ ജക്കപ്പൊക്കെ ഈ സൗണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ആ കിച്ചുവിൻ്റെ ആ ഒരു ഇതും എല്ലാ ഒരു പ്രാർത്ഥനയും പാടെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് സത്യം പറയാച്ചല്ലേ, നമ്മളെ ദൈവം നല്ലപോലെ അനുഗ്രഹിച്ചു അല്ലേ, നമ്മളെ ആഗ്രഹിച്ചൊരു വീട് നമുക്ക് കിട്ടിയില്ലേട്ടാ. അപ്പോൾ നമ്മൾ ആരും മറക്കാൻ പാടില്ലല്ലോ. അപ്പം അത് കാരണം ഇതൊക്കെ ഇനി അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി എല്ലാവരും വരും കേട്ടോ. വെള്ളിയാഴ്ച എല്ലാവരും വിളിക്കണം, പെങ്ങളെയും നമ്മുടെ വീട്ടിൽ നിന്നവരെയും എല്ലാവരെയും വിളിക്കണം, നമ്മുടെ അയൽവക്കക്കാരെയും ഒക്കെ വിളിക്കണം. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, എന്താവുന്നൊന്നും അറിയില്ല അല്ലേ. ഇഡ്ഡലി സാമ്പാർ നമ്മളെല്ലാ പ്രാവശ്യവും വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാം, എല്ലാ പ്രാവശ്യം കെട്ടുനിറ സമയത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ സ്വാമിമാർക്കുള്ളത്. കെട്ടുനിറയുടെ കൂടെയുള്ള ഭക്ഷണം കൂടെയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറ്. കെട്ടുനിറയുടെ ആ സമയത്ത് നമ്മൾ എല്ലാ പ്രാവശ്യവും എന്താണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്ത് വിചാരിച്ചു എന്നറിയോ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും അടുത്തുള്ളവരെയൊക്കെ വിളിക്കണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഭക്ഷണം, ലഘുഭക്ഷണം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് ഇഡ്ഡലി സാമ്പാറാണോ വേണ്ടതെന്ന് അറിയില്ല. ചോറ് കൊടുക്കുക വെച്ചാൽ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. മോര് കൂട്ടാനും ഉപ്പേരിയും എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടൊക്കെ ആൾക്കാർ വരുമല്ലോ അല്ലേ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിലത്തെ അമ്മയൊക്കെ വരിക വെച്ചാൽ കളറായി, തലേ ദിവസം എല്ലാവരും വരിക വെച്ചാൽ ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളുള്ളത് കൊണ്ട് എല്ലാവരും എങ്ങനെയാണ് വരികയെന്നറിയില്ല. നമ്മുടെ ഈ സ്റ്റീൽ ചെമ്പ് അടിപൊളി കേട്ടോ. പക്ഷേ എൻ്റെ ഏട്ടൻ ചെയ്തൊരു പണി തെറ്റാണേ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അലുമിനിയത്തിൻ്റെ ഒരു അടപ്പ് വാങ്ങിയാൽ മതിയായിരുന്നു, അത് വാങ്ങിയില്ല. സ്റ്റീൽ ഏട്ടൻ
അലുമിനിയത്തിൻ്റെ വാങ്ങാണ്ടേ ഇത് എന്താ ഊറ്റുമ്പോൾ കണ്ടില്ലേ പ്രശ്നം വരുന്നത്? സ്ലിപ്പായി പോകണ്ടല്ലേ? സുകന്യ പൊന്നൂസിന് കഴിക്കാൻ കൊടുക്കട്ടെ. ഉറക്കം വന്നിട്ടേ ചെക്കൻ വെറുതെ പാശി കുടിക്കുക. ടി വി വെച്ചതിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് തുടച്ചിട്ട് കഴിഞ്ഞാലേ പണി കഴിഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ കഴുകി വെക്കാം. ഇതൊരു സൗകര്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിലൊരു പൈപ്പ്. ഞങ്ങൾ അവിടെ ആകുമ്പോഴേ ഒരു പാത്രം കഴുകണമെങ്കിൽ പുറത്തേക്ക് വരണം. മഴക്കാലമായാലാണ് ഞങ്ങളുടെ സത്യം. മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ആ എറയത്ത്. പക്ഷെ സത്യം പറയച്ചില്ലേ അതൊക്കെ ഒരു രസമാണ് അല്ലേ? ഞങ്ങളൊക്കെ പിന്നെ നല്ലതല്ലേ? കാരണം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലും ഒക്കെ നമ്മളിപ്പോഴല്ലേ ഇങ്ങനെ ഒരു വീടായത്. അതിൻ്റെ മുമ്പേയൊക്കെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്തിരുന്നത്. ഇനി ഞങ്ങളുടെ സുകന്യയ്ക്കും കൂടി ഒരു വീട് വേണം. എന്നാൽ ഞങ്ങൾക്ക് സമാധാനമായില്ലേ? സുകന്യയ്ക്കൊരു വീട് വേണം. പിന്നെ ഞങ്ങളുടെ ആഗ്രഹം പോലെ നമുക്കൊരു ആഗ്രഹമുണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. എന്താ പീക്കിരിയുടെ ചോറിനില്ല കയ്യിൽ ഫോണ്, മുന്നിൽ TV, എന്തൊക്കെ സൗകര്യം എൻ്റെ കുട്ടിക്ക്. പീക്കിരി 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 എടാ പീക്കിരിക്ക് കണ്ണും കൂടി കാണില്ല. എന്തത്? പപ്പടോ? ഗോതമാവ് തിന്നണത് ചോറിൻ്റെ കൂടെ? അതെ, ഗോതമ്പ് മാവും ചോറും കൂടി തിന്നണ്. പിന്നെന്താ? അതെന്തിനാ? ഊണ് കഴിഞ്ഞിട്ട് പാത്രം നിറയാറായല്ലോ. അല്ലോ എന്നാ ഇല്ലേ? ഉണ്ട്, ചോറിൻ്റെ പാത്രം നിറയാറായി. ആ ഞാൻ അപ്പളേക്ക് മുമ്പ് ഒരു പിടി പോകുന്നു. ഉണ്ടാണ്ട് കഴിച്ചോട്ടിരിക്കുന്നു അല്ലേ? പിന്നെ അല്ലാണ്ട് 6 മണി കഴിഞ്ഞ് പിന്നെ റിട്ടന്നല്ലേ? പിന്നെ സീരിയല്ലോ? എൻ്റെ കുട്ടിയേ എവിടേക്ക് എത്തി അവളേക്ക് നീയാ? ആ ഭയങ്കര വിശേഷമായിട്ട് പറയണ്ടാവില്ലേ? എൻ്റെ കഴിഞ്ഞു. ഞാൻ വരുന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കലാപരിപാടികൾ നീ കഴിക്കേ വേണ്ടുള്ളൂ കേട്ടോ. പുളിപ്പാത്രത്തെ പുളി കളയട്ടെ. അപ്പോഴേ നോക്കിയൊക്കെ ഇത് കഞ്ഞി ഇതിപ്പോൾ വെച്ചപ്പോൾ പോയതാട്ടോ. ചൂടാറാണ്ട് തുടയ്ക്കാൻ പറ്റില്ല. എന്താ നമ്മൾ ചട്ടി വാങ്ങിയതാണ് കേട്ടോ. നാളെ നീ മയക്കണം ചട്ടി. ഇത് കുറച്ച് എല്ലാവർക്കും പാടെ വെക്കുമ്പോൾ തകിയായിരിക്കും തോന്നുന്നു. അവിടെ അത്രയേ ഉള്ളൂ. എന്താ കുറച്ചുകൂടെ വലിയ ചട്ടിയിലാണ് നമ്മൾ കൊണ്ട് വെച്ചിരുന്നത്. പിന്നെ ഇതാ വേണ്ട ഈ ഒരു ചട്ടിയും വാങ്ങിട്ടോ. അങ്ങനെ 2 ചട്ടി വാങ്ങിനേന്. എന്താ ഇത് മതി. കാരണം എന്താണെന്നറിയോ? സാമ്പാർ വെച്ചാലും ഇതിലല്ലേ? അല്ലെങ്കിൽ മൺചട്ടിയിൽ തന്നെ വെക്കുക. ഇനി അത് മയക്കണം കേട്ടോ. നാളെ ഉള്ളൂ മയക്കുക, എന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അപ്പുട്ടോ ചുന്തരോ മോളില്ല ചുന്തരിക്കുട്ടി ആര് വിളിക്കുമ്പോൾ അപ്പുറത്തെ കൂട്ടിലാണ് ചാത്തപ്പ്. പപ്പൂൻ്റെ കൂടെ എന്താ അങ്ങനെയെന്ന് പറഞ്ഞില്ലേ? പപ്പൂൻ്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് പൊന്തിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പൊന്തിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടേ. ഇതിപ്പോൾ നേരെ മുഖം നമുക്ക് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ എല്ലാവരും അവിടെയാണ്. എൻ്റെ പണി ഒരുങ്ങി. ഇനി ഞങ്ങൾക്ക് കഴിക്കേ വേണ്ടുള്ളൂ. കഴിച്ച് കഴിഞ്ഞിട്ട് ഞൊക്കപ്പാടൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് നമുക്കൊന്ന് കിടക്കണം അല്ലേ? ക്ലാസ്സുകളൊക്കെ വയ്ക്കാനുള്ളൊരു സ്റ്റാൻഡും കൂടി വേണം. നോക്കിയൊക്കെ കളിക്കണത് ഇതാ കണ്ടില്ലേ? അപ്പുറത്ത് ദിവാങ്കോട്ടും. അപ്പം ഇന്ന് ഇവിടെയാണ് എല്ലാവരും. സ്വാമിമാർ 4 പേരും ഇവിടെ കിടക്കും കേട്ടോ.
എത്രയും വർഷം എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് മാലയിടുമ്പോഴാണ് ഏട്ടനും അനിയനും കുട്ടികളൊക്കെ ഒന്നിച്ച് കിടക്കുക. അവിടെ താഴെയാണ് കടന്നിരുന്നത്. അപ്പോൾ എവിടെ ആ ടൈല് നാളെ വെട്ടുകല്ലേറ്റേണ്ടതാണേ. കഠിനം പറഞ്ഞില്ലല്ലോ ഏട്ടാ. എന്താ ഞങ്ങള് കമ്മൽ പൊട്ടിയിട്ട് വിളക്കിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ കല്ലടിക്കോട് വിളക്കിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്തത് ആ ഈ ടൈലിൽ കടന്നിട്ട് പിന്നെ നീച്ചപ്പോൾ ഈ കൈ തളർന്ന പോലെ ഇത്രയും മൂപ്പരാളുടെ ഞങ്ങൾ കണ്ടതാണ്. എൻ്റെ ഒരു കമ്മലിൽ നിന്നിട്ട് വിളക്കിക്കുമ്പോൾ തളർന്നിട്ട് ഈ കൈ ഇങ്ങനെ ആവണില്ല അമ്മേൻ്റെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ പായ വിരിച്ചിട്ട് കിടക്കുക പറഞ്ഞാൽ അതിൽക്കൂടെ ഒരു വിരിപ്പും ഒക്കെ വേണേ. പിന്നെ ഇപ്പോൾ ഇത് പുതിയതല്ലേ, ബെഡും ഒക്കെ പുതിയതല്ലേ. അപ്പോൾ പണ്ടൊക്കെ ആദ്യമൊക്കെ അല്ലേ നല്ല എങ്ങനെയാ പറയുക പായ വിരിച്ചിട്ടും കൊടും തണുപ്പിലൊക്കെ ചെയ്യുക. ഇപ്പം നമ്മുടെ ഇല്ലമ്മ അന്നൊക്കെ 41 എൻ്റെ അച്ഛനൊക്കെ പോണ സമയത്ത് ആ ഒന്നും വേണ്ട. എന്താ ആദ്യമൊക്കെ നടന്നു പോവായിരുന്നു ശബരിമലയ്ക്ക് കേട്ടോ നമ്മുടെ ഇവിടുന്ന്. ഇപ്പം ആരും പിന്നെ അങ്ങനെ നടന്നു ഞങ്ങളുടെ നടന്നു പോണൊക്കെ ഉണ്ട്, കാഞ്ഞിരത്തു നിന്നൊക്കെ പോണുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാലേ. പോണ്ടോ? ഞാൻ പോണില്ല ഏട്ടൻ. ഞാനെങ്ങനെ പോണ്? ഞാൻ പോയി വരുമ്പോഴേക്ക് 6:30 ഇവിടെ എത്തും. രാവിലെ നേരത്തെ 6:30 വന്നിട്ട് രാവിലെ കഴിക്കലും ഒന്നും ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞാനില്ല ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച വരെ ഞാനില്ല കേട്ടോ. അടുത്ത തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് രാവിലെ ഇപ്പോൾ ഞാൻ പിന്നെ വൃത്തിയാക്കലും 2 വീട് വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് പണിയുണ്ട്. അപ്പോൾ ആനങ്ങൾക്ക് സുഖാണേ. ഇത് പറയല കേട്ടോ. എന്താ ഏട്ടന് പോവാ, നമുക്കതുപോലെ ഇല്ല, നമുക്ക് കാര്യങ്ങൾ നോക്കണ്ടേ. രാവിലെ കിച്ചുട്ടന് നാളെ ചോറും ഉണ്ടാവണം. കിച്ചുവിനും കുഞ്ഞനൊക്കെ ഇന്ന് തന്നെ സ്കൂള് ഉപ്മാവായിരുന്നു. സ്കൂൾ വിട്ട് വന്നപ്പോഴേക്കൊക്കെ എന്നെ വിശന്നിട്ട് അയ്യോ പറഞ്ഞിട്ടാ കേട്ടോ വന്നിക്കണത്. ചോറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വയറ് നിറച്ച് കഴിക്കാമല്ലോ. നമ്മൾ ഇതാ നേരത്തെ 9 മണിയാവണം കേട്ടോ. ഞങ്ങളിന്ന് രാവിലെ 4 മണിയുടെ മുമ്പ് നീച്ചതാണ്. ഇനി നേരത്തെ നീക്കണം. നാളെ ഇതേപോലെ 3:30 ആകുമ്പോഴേക്ക് നീക്കണം. എന്നിട്ട് പുഴയ്ക്ക് പോയി ഇവർ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് സമയം വഴുകും കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ടാറ്റ കൊടുക്ക്. ടാറ്റ പോയി കുഞ്ഞച്ചനെ വിളിച്ചിട്ട് വാ കഴിക്കാൻ.